കറുപ്പ് നിറം കാരണം വർണ്ണവിവേചനം നേരിട്ട ഈ മനുഷ്യൻ വെള്ളക്കാരനായ നാവികന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് കടലിലേക്ക് ചാടി. കറുത്ത വർഗ്ഗക്കാർക്ക് വെള്ളത്തിലിറങ്ങാൻ അനുവാദമില്ലാതിരുന്ന ആ കപ്പലിൽ ഒരു ഓഫീസർ ഉടൻ തന്നെ സൈനികനെ അയച്ചു. എന്നാൽ തന്റെ വേഗത കൊണ്ട് അയാൾ നാവികരെ അമ്പരപ്പിച്ചു. ഇതുകണ്ട ക്യാപ്റ്റൻ അയാളെ നേവൽ അക്കാദമിയിലേക്ക് അയച്ചു. അവിടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ കേഡറ്റായ അദ്ദേഹത്തിന് വംശീയ അധിക്ഷേപങ്ങളും പരിശീലകന്റെ ക്രൂരതകളും നേരിടേണ്ടി വന്നു. പരിശീലകൻ രാത്രിയിൽ വെള്ളമൊഴിച്ച് ഉപദ്രവിച്ചെങ്കിലും അയാൾ തളർന്നില്ല. ഒരു മുങ്ങിക്കപ്പൽ അപകടത്തിൽ ജീവൻ പണയപ്പെടുത്തി സഹപ്രവർത്തകനെ രക്ഷിച്ചെങ്കിലും മെഡൽ ലഭിച്ചത് മറ്റൊരു വെള്ളക്കാരനായ സൈനികനായിരുന്നു. പിന്നീട് ബാറിൽ വെച്ച് പരിശീലകൻ അപമാനിച്ചപ്പോൾ ശ്വാസം അടക്കിപ്പിടിക്കുന്ന മത്സരത്തിലൂടെ അയാൾ മറുപടി നൽകി. തോൽവി സമ്മതിക്കാത്ത ഡീൻ അവസാന പരീക്ഷയിൽ അയാളുടെ ടൂൾ ബാഗ് നശിപ്പിച്ച് ചതിക്കാൻ ശ്രമിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം തകർന്ന ടൂളുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പ്രൊപ്പല്ലറുമായി അയാൾ കരയ്ക്ക് കയറി. 10 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ പരിശീലകൻ അയാളുടെ വിജയം അംഗീകരിച്ചു. താൻ തകർത്ത റേഡിയോ പരിശീലകൻ തന്നെ നന്നാക്കി വെച്ചത് കണ്ടപ്പോൾ അത് അയാളുടെ മാപ്പപേക്ഷയാണെന്ന് ആ കേഡറ്റ് തിരിച്ചറിഞ്ഞു.